അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് അവരുടെ ചില വെറൈറ്റി ഹൊറർ സ്റ്റോറീസ് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇത് നോക്കാം. എന്റെ അപ്പൂപ്പൻ ഒരു ലോട്ടറി സെയിൽസ്മാൻ ആണ്. അതുകൊണ്ട് അദ്ദേഹം വെളുപ്പിന് 4 മണിക്കേ പോകും. ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ അവിടെ ഒരു സെമിറ്റേറി ഉണ്ട്. ഈ സെമിറ്റേറി പാസ് ചെയ്ത് വേണം ബസ് സ്റ്റോപ്പ് എത്താൻ. അങ്ങനെ ഒരു ദിവസം അപ്പൂപ്പൻ സ്ഥിരം പോകുന്നത് പോലെ വെളുപ്പിന് പോവുകയാണ്. വഴിയിലൊന്നും അധികം ആളുകളില്ല. ഈ സെമിറ്റേറിയുടെ അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് ഒരാളെ കണ്ടു. ആളെ കണ്ടപ്പോൾ അപ്പൂപ്പന് ഒരു പരിചയമുള്ള ആളെ പോലെ തോന്നി. അയാൾ അപ്പൂപ്പനെ പാസ് ചെയ്തു പോയി. ആള് പോയി കഴിഞ്ഞ അപ്പൂപ്പൻ പതുക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അങ്ങനെ ഒരാളെ അവിടെ കാണുന്നേയില്ല. അപ്പൂപ്പൻ വളരെ ഷോക്കായി. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് നടന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പോയി. ഇങ്ങനെയായിരുന്നു ആ ഒരു കമ്പനി. നമുക്ക് അടുത്തത് നോക്കാം. ബ്രോ, എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം എക്സാം ആയതുകൊണ്ട് ഞാൻ പഠിക്കാൻ വേണ്ടി എന്റെ വീടിന്റെ വരാന്തയുടെ സൈഡിലൂടെ നടന്ന് പഠിക്കുകയാണ്. ഇങ്ങനെ പഠിക്കുന്നതിനിടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വെളിയിലോട്ടൊന്ന് ഇറങ്ങി. ഏകദേശം ഒരു വൈകിട്ട് ടൈം ആയിട്ടുണ്ട്. എന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു റബ്ബർ തോട്ടമുണ്ട്. ഞാൻ വെറുതെ അവിടേക്കൊന്ന് നോക്കിയപ്പോ ഒരാളെ കണ്ടതുപോലെ തോന്നി. വ്യക്തമായിട്ട് കണ്ടില്ല, എന്തോ ഒന്ന് ഓടിപ്പോകുന്നത് പോലെ. ഞാൻ വിചാരിച്ചു വല്ല പന്നിയായിരിക്കും. എന്റെ വീടിന്റെ ഭാഗത്ത് ഈ പന്നി ശല്യമൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ പന്നിയാണോ എന്നറിയാൻ ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കി. പെട്ടെന്ന് ഒരാൾ ഓടിപ്പോകുന്നത് ഞാൻ കണ്ടു. എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു അങ്കിളുണ്ട്. എനിക്കത് അയാളാണെന്നാണ് തോന്നിയത്. ഇയാളുടെ അനിയൻ പണ്ട് ഇവിടെ തൂങ്ങി മരിച്ചിട്ടുണ്ട്. അതിൽ പിന്നെ ആൾ ഇവിടേക്ക് ഇങ്ങനെ വരാറുണ്ട്. ഈ മരത്തിന്റെ ചില്ലകളെല്ലാം നോക്കി ഇങ്ങനെ നടക്കും. ഇതിനു മുമ്പും ആളിങ്ങനെ വന്നിട്ടുണ്ട്. ഞാനും ഫ്രണ്ട്സും നിൽക്കുമ്പോൾ ആളിങ്ങനെ വന്നിട്ടുണ്ട്. ഞങ്ങളെ കാണുമ്പോൾ മാറിപ്പോവാറൊന്നുമില്ല. ആളിങ്ങനെ മരച്ചില്ലകൾ നോക്കി നടക്കും. അങ്ങനെ ആള് പോയി. ഞാൻ തിരിഞ്ഞു നടക്കുകയാണ്. പെട്ടെന്ന് ഞാൻ വേറൊരാളെ കണ്ടു. അയാൾ ഒരു ബ്രൗൺ ഡ്രസ് ഇട്ടിരുന്നു. ഒരു ആഫ്രിക്കക്കാരുടെ പോലെ മുടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ ഓടിപ്പോകുന്നത് പോലെ കണ്ടു. എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല. ഞാൻ പേടിച്ച് വീട്ടിലോട്ട് ഓടി. ഈ ഒരു ജമ്പ് സ്കെയർ എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾ കാണുന്നത് ഒരു ഹൊറർ വീഡിയോയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ഡോപ്പാമൈൻ റിലീസ് വേണം. ഇതുപോലെ നിങ്ങൾക്ക് ശത്രുക്കളായ ചില ഫ്രണ്ട്സും ഉണ്ടാവും. അവർക്ക് ഇത് അയച്ചു കൊടുത്താൽ അവരിങ്ങനെ വീഡിയോ കണ്ടുവരികയായിരിക്കും. പെട്ടെന്നൊരു ഡോപ്പാമൈൻ റിലീസ് കിട്ടും. അടുത്തത് ഈ ഒരു കമന്റാണ്. എനിക്കൊരു അനുഭവമുണ്ട്. ഒരു 10 കൊല്ലം മുമ്പാണ്. ഒരു ഉച്ച ടൈമാണ്. എന്റെ കൂട്ടുകാരിൽ കുറെ പേര് അന്ന് കളിക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ തിരികെ പോവാൻ പോയപ്പോ ബാക്കി ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് പറഞ്ഞു, നമുക്ക് ഓജാ ബോർഡ് കളിക്കാമെന്ന്. ഞങ്ങൾ എല്ലാവരും അത് കളിക്കാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ബോർഡെല്ലാം സെറ്റാക്കി. നിലവിൽ ഫ്രണ്ടിന്റെ വീട്ടിൽ ഞങ്ങളല്ലാതെ ഇപ്പോൾ മറ്റാരുമില്ല. അങ്ങനെ ബോർഡെല്ലാം സെറ്റാക്കി ഞങ്ങൾ പേടിച്ച് ഒരു മെഴുകുതിരി കത്തിച്ചു. ഇത് കത്തിച്ചപ്പോൾ തന്നെ അതുവരെ ഇല്ലാത്തൊരു കാറ്റ് പെട്ടെന്ന് വീശി. ഇതൊരു നോർമൽ കാറ്റല്ല, ഒടുക്കത്തെ കാറ്റ് തന്നെ വീശി. ഞങ്ങളെല്ലാം ഓജാ ബോർഡ് ഇട്ടുകൊണ്ട് ഓടി. ഒരാളുള്ള വീട്ടിലേക്ക് ഓടിക്കേറി. ഇതെന്തിന് കളിക്കാൻ പോയി എന്ന് ഞങ്ങൾക്ക് തോന്നി. ഇതിൽ പേടിക്കാനൊന്നും ഇല്ല എന്ന് തോന്നുന്നു. പക്ഷെ ആ പരിസരത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയായിരുന്നു ആ ഒരു കമന്റ്. അതായത് ഒരു ഓജാ ബോർഡ് കളിക്കാൻ പോയി. കളി തുടങ്ങുന്നതിന് മുമ്പ് വളരെ ശക്തമായ ഒരു കാറ്റ് വീശി. അങ്ങനെ ആ ഒരു പ്ലാൻ മൊത്തം ക്യാൻസലായി.